കേന്ദ്രത്തിൽ നിന്ന് ഇനി സംസ്ഥാനത്തിന് കടമെടുക്കാൻ ഈ വർഷം കഴിയുന്നത് 37,512 കോടി രൂപയാണ്. ഇതിൽ തന്നെ 3000 കോടി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും സർക്കാരിൻ്റെ ഈ പൈസ ഇല്ലാത്ത അവസ്ഥ. അതായത് ഏപ്രിൽ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ 6 മാസത്തെ കുടിശ്ശിക അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഇനി സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ? ആ തീരുമാനം തന്നെ തെറ്റാണ്. പ്രഖ്യാപിതമായ നയത്തിനും പരിപാടികൾക്കൊക്കെ എതിരാണല്ലോ. ഗവൺമെൻറ് എന്ത് മറുപടി പറയും? ഇലക്ഷൻ വന്നപ്പോൾ മാത്രമല്ല, അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കും. എന്നാൽ തന്നെ കുടിശ്ശിക അടക്കം ചെയ്യുന്നത് 2-3 മാസമാകുമ്പോൾ ഏതെങ്കിലും ഉത്സവക്കാലത്തോ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്തോ ഒക്കെ 2-3 കുടിശ്ശിക ഒരുമിച്ച് കൊടുത്തിട്ടാണ് ആളുകളെ സന്തോഷിപ്പിച്ച് നിർത്തിയിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 6 മാസം കുടിശ്ശികയുണ്ട്. 6 മാസം കുടിശ്ശികയുള്ളപ്പോൾ കുടിശ്ശികയുടെ കാര്യം അതവിടെ മാറ്റിവെച്ചു. കുടിശ്ശിക കാരണം എന്ന് വെച്ചാൽ 4500 കോടി എങ്ങാണ്ട് അത് കൊടുക്കാൻ വേണ്ടി മാത്രം വേണം കുടിശ്ശിക കൊടുക്കാൻ. ശമ്പളം കൊടുക്കാൻ കാശ് തന്നെ ബുദ്ധിമുട്ടുന്നിടത്ത് ട്രഷറി വലിയ തോതിൽ അപകടത്തിലേക്ക് പൂട്ടാൻ പോകുന്നിടത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇനി കുടിശ്ശിക മിണ്ടരുത്, കുടിശ്ശിക അവിടെ മാറ്റിവെക്കും. കുടിശ്ശിക മാറ്റിവെച്ചിട്ട് ഇനി അങ്ങോട്ട് ഇപ്പോൾ മെയ് വരെയുള്ള ആലോചിച്ച് നോക്കൂ, ഡിസംബർ തൊട്ട് മെയ് വരെ 6 മാസമായില്ലേ? 6 മാസത്തെ കുടിശ്ശിക ഇനിയില്ല. അത് തൽക്കാലം മിണ്ടണ്ട. കാരണം മിണ്ടിയിട്ടും കാര്യമില്ല, ചോദിച്ചിട്ടും കാര്യമില്ല, കൊടുക്കാൻ കാശില്ല. അപ്പോൾ ഇനി ജൂൺ മുതൽ മാസത്തിന് കൊടുത്തോളാം. എത്ര കാലം കൊടുക്കും? എത്ര മാസം കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാൻ അത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ശമ്പളം കൊടുക്കുകയാണ്. പെൻഷൻ കൊടുക്കാൻ വേണ്ടി ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധി. പെൻഷൻ കൊടുക്കാൻ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി മാത്രമായിട്ടൊരു കമ്പനി ഉണ്ടാക്കി ഗവൺമെൻറ്. ഒരു ഫണ്ട് കണ്ടെത്താൻ, അതായത് പ്രൊഡക്റ്റീവ് അല്ല, വരുമാനം, പെൻഷൻ കൊടുക്കാനുള്ള വരുമാനം ഉൽപ്പാദിപ്പിക്കാനല്ല, പെൻഷൻ മുടങ്ങാതെ കൊടുക്കാനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി കണ്ടെത്തിയ മാർഗം എന്താണെന്നറിയോ? കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന്, സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക. ആർക്ക് വേണ്ടി? ഗവൺമെൻറ്റിന് വേണ്ടി വായ്പ എടുക്കുക. ആരാ എടുക്കുക? ഗവൺമെൻറ് നേരിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കമ്പനി എടുക്കും. എന്നിട്ട് ആ വായ്പ പെൻഷന് വേണ്ടി കൊടുക്കും. എങ്ങനെ കൊടുക്കണം? പെൻഷന് കൊടുക്കണമെങ്കിൽ ട്രഷറിയിൽ നിക്ഷേപിക്കണം. നേരിട്ട് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ഒരു കമ്പനി, പ്രൈവറ്റ് കമ്പനിക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഗവൺമെൻറ്റല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഇപ്പം എന്താ സ്ഥിതി എന്നറിയോ? സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു, ഈ കമ്പനി എടുത്തു, ആ കമ്പനി അത് ട്രഷറിയിൽ നിക്ഷേപിച്ചു. എന്താ ഇപ്പോൾ തമാശ? ട്രഷറിയിൽ ബാൻ വന്നു. ട്രഷറിയിൽ ഓവർ ഡ്രാഫ്റ്റാണ്, പൈസ എടുക്കാൻ പറ്റില്ല, അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് പെൻഷൻ കൊടുക്കാനേ പറ്റില്ല. പെൻഷൻ കൊടുക്കാൻ വേണ്ടി കണ്ടെത്തിയ സംവിധാനം പോലും തകർന്നു പോയി. വളരെ ദയനീയമോ, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത്. അതായത് ഇപ്പം പണം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാമെന്ന് അനുമതി കിട്ടിയപ്പോൾ തന്നെ 3000 കോടി നമ്മൾ എടുത്തു കഴിഞ്ഞു. പല ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. 5000 കോടിയാണ് ചോദിച്ചത്, അതിൽ 3000 കോടിയേ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ ഈ പറയുന്ന ക്ഷേമ പെൻഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമായിട്ട് എങ്ങനെ പണം കണ്ടെത്തുക? പണം കണ്ടെത്താൻ കഴിയില്ല. കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടന വെച്ചിട്ട് എത്ര കാലം ഈ പെൻഷന്, ശമ്പളം, ഇതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ. അതെ, അതിൽ വേണമെങ്കിൽ ഇപ്പോൾ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ആർക്കും ഒരു തീരുമാനം നയപരമായി ഇടപെടാൻ പറ്റില്ല. പക്ഷേ പെൻഷൻ്റെ കാര്യത്തിൽ രാജ്യമൊട്ടാകെ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾക്ക് നമുക്ക് ചെവി കൊടുക്കേണ്ടി വരും. അത് ആര് തീരുമാനിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് ഗവൺമെൻറ് വന്നാലും, ഇപ്പോൾ നായനാർ ഗവൺമെൻറ്, ഇപ്പോൾ പിണറായി ഗവൺമെൻറ് പോയി ഇനി അയച്ചോളൂ, വേറൊരാൾ വന്നാൽ തന്നെ ഇങ്ങനെ ഈ തിരിയും മറിയും കടത്തിന് മീതെ കടവുമായിട്ട് എത്ര കാലം പെൻഷൻ കൊടുക്കാൻ പറ്റും? പെൻഷൻ്റെ മേൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്നൊരു മുദ്രാവാക്യം, അത് പട്ടാളക്കാർക്ക് മാത്രം ബാധകമല്ല, ഇന്ത്യക്കും അത് ബാധകമാകേണ്ടതാണ്. അങ്ങനെ മുദ്രാവാക്യം കൊണ്ടുവന്നാൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി, പെൻഷൻ ഏകീകരിച്ചാൽ മതി. ഒരു കുടുംബത്തിന് ഇപ്പോൾ ആലോചിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ നാട് ഭരിക്കുന്നത്. അത് ആ പാർട്ടിക്ക് ഒരു സാമ്പത്തിക നയം ഉണ്ടല്ലോ, അത് സോഷ്യലിസ്റ്റ് സാമ്പത്തിക ക്രമമാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിച്ചിരുന്ന കാലത്ത് നമ്മളെ കൊണ്ടാവുന്ന വിധം രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം, പറ്റുന്ന വിധത്തിൽ കഴിവനുസരിച്ച് അധ്വാനിക്കണം. എന്നിട്ടോ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കണം. ആവശ്യത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കുടുംബത്തിന്, അവൻ ആരാവട്ടെ, അവൻ IAS പദവിയിൽ നിന്ന് പിരിഞ്ഞവനായാലും അയാൾക്ക് അയാളുടെ വാർദ്ധക്യകാലത്തെ ആവശ്യങ്ങൾ എന്താണ്? ആ ആവശ്യങ്ങളെ ഒരു സാമൂഹ്യ ബോധം വെച്ച് ഒരു പൊതു സർക്കാരിന് തീരുമാനിക്കാൻ പറ്റുമല്ലോ അയാളുടെ ആവശ്യം എന്താണ്. നമ്മുടെ പെൻഷന് മേൽ ആവശ്യാധിഷ്ഠിതമായ ഒരു മാനദണ്ഡം വെക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മാത്രം മതി, ആ ഫണ്ട് മതി.
ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ കാലത്ത് ഇപ്പോൾ 1600 രൂപയുടെ പെൻഷനാണ് കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. പക്ഷെ മുടങ്ങാതെ കിട്ടുന്ന പെൻഷനുണ്ട്. 1-1.5 ലക്ഷം പെൻഷൻ കിട്ടുന്നവരുണ്ട് രാജ്യത്ത്. ഈ സ്റ്റേറ്റിൽ ഏതായിരിക്കും ആലോചിച്ച് നോക്കൂ. അതിലിടപെടാൻ പറ്റാത്ത കാലത്തോളം ശമ്പളത്തിൽ ഇടപെടാനോ പറ്റില്ല, ശമ്പളത്തിൽ തൊടാൻ പറ്റില്ല, തൊട്ടാൽ രാജ്യം സ്തംഭിച്ചു പോകും, നാട്ടിൽ മിണ്ടാൻ പറ്റില്ല. പെൻഷനിലെങ്കിലും ഇടപെടാൻ പറ്റണ്ടേ? അതെ. അങ്ങനെ വരുമ്പോൾ ആവശ്യത്തിന് മാത്രം പെൻഷൻ, അല്ലാതെ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന വിധം രാജ്യത്തിന് സേവനം ചെയ്തിട്ടുണ്ട്. അത് അർഹിക്കുന്ന ശമ്പളവും അദ്ദേഹം മരണം വരെ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം സർവീസ് കാലത്ത് വാങ്ങിച്ചിട്ടുണ്ട്. സർവീസിന് ശേഷമുള്ള പെൻഷൻ, സർവീസ് കാലത്തിന് ശേഷമുള്ള പെൻഷൻ ജീവിക്കാനുള്ള ആവശ്യത്തിന് എന്നൊരു മാനദണ്ഡത്തിലേക്ക് വന്നില്ലെങ്കിൽ ഈ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. ഇപ്പോൾ 1600 രൂപ പെൻഷൻ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ന്യായമായ ഒരു മാസത്തെ ഒരു മനുഷ്യൻ്റെ ന്യായമായ ആവശ്യമാണ്. അത് 1600 പോരാ, അത് കൂട്ടേണ്ടതാണ്, കഴിയുമെങ്കിൽ കൂട്ടേണ്ടതാണ്. പക്ഷെ അതുപോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് കൊടുക്കണമെങ്കിലുള്ള വഴി പെൻഷനിൽ മൊത്തം ഏകീകരിക്കാൻ സാധിക്കണം. പെൻഷനിൽ ഒരു മനുഷ്യനാണ് പെൻഷൻ ആവശ്യമുള്ളത്, അയാൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ആനുപാതികമായൊരു ചെലവിലേക്ക് പെൻഷൻ കൊടുക്കേണ്ടതുള്ളൂ എന്ന് തീരുമാനിക്കേണ്ടി വരും. അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല പെൻഷൻ്റെ കാര്യത്തിൽ. നമ്മൾ കുറച്ച് പിന്നിലേക്ക് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് കടന്നു പോയാൽ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നു. എന്തുമാത്രം പ്രശ്നങ്ങളിവിടെ ഉണ്ടാക്കി ഈ പറയുന്ന യുവജന സംഘടനകൾ, അതായത് ഇടതുപക്ഷത്തെ CPM ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയത് ഈ പറയുന്ന പെൻഷൻ കുടിശ്ശിക കിടക്കുന്നു. ഞങ്ങൾ വരട്ടെ, ഞങ്ങൾ വന്നാൽ LDF വന്നാൽ എല്ലാം പരിഹരിക്കും, ഞങ്ങൾ എല്ലാ മാസവും പെൻഷൻ തരും എന്ന് പറഞ്ഞ് ഭരണത്തിലെത്തിയവരാണ്. ഇപ്പോൾ അവരും അതേ അവസ്ഥയിലൂടെയല്ലേ കടന്നു വന്നേ. ദയനീയമാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിതി. അതാണ് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സ്. ഞാൻ കണ്ടിട്ടുള്ള 2-3 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നത് ഭരണത്തിലെത്തിയാൽ മറക്കും. ഇപ്പോൾ പെൻഷൻ്റെ കാര്യത്തിലെത്തുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എടുത്തു കളയും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഐ മീൻ സർക്കാർ അല്ല, സ്റ്റാറ്റ്യൂട്ടറി ഈ പെൻഷൻ ഉണ്ടല്ലോ, എന്താണ് പങ്കാളിത്ത പെൻഷൻ, കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് പകരം കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2004 ശേഷം 2004 ശേഷം സർവീസിൽ വന്നവർ മുഴുവനും ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. അതായത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ അടക്കുന്ന വിഹിതമാണ് പെൻഷനായിട്ട് കിട്ടുക. അത് കൂട്ടിവെച്ച് അതിൻ്റെ ലംസം എമൗണ്ടിൽ നിന്നാണ് എനിക്ക് പെൻഷൻ തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 60 വയസ്സ് വരെ ജോലിയും ചെയ്യാം. പെൻഷൻ പ്രായം എന്നോ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അതാരും മിണ്ടുന്നില്ല. നമ്മുടെ ഒറ്റ യുവജന സംഘടനയും മിണ്ടുന്നില്ല. പെൻഷൻ പ്രായം കൂട്ടിയിട്ടുണ്ട്, കോൺട്രിബ്യൂട്ടറി പെൻഷനും ആക്കിയിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ പുനഃപരിശോധിക്കുമെന്നൊരു തീരുമാനം നിവൃത്തികേടുകൊണ്ട് ഈ യൂണിയനുകളുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞവർ അധികാരത്തിൽ വന്നപ്പോഴും അത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത് ആലോചിക്കാതെയാണ്, അസാധ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ സമരമുറകളൊക്കെ അന്ന് പാലിച്ചിരുന്നത്. ഇനി വേണ്ട, ഞാൻ ചില നടപടികളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇപ്പോൾ ഈ സാലറി ചലഞ്ച് വന്നല്ലോ, ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മുടെ പ്രളയം വന്നു. ദുരിതകാലത്ത് മനുഷ്യൻ്റെ സാലറി നിർബന്ധമായി സർക്കാർ പിടിച്ചെടുക്കുക. സർക്കാർ സാലറിയുടെ ഒരു വിഹിതം കോടതി പോയതുകൊണ്ടാണ് അത് പിന്നീട് 6 മാസം കൊണ്ടെങ്കിലും തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ബലമായി പിടിച്ചെടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. തോമസ് ഐസക്കിൻ്റെ പരിഷ്കാരമായിരുന്നു അത്, വലിയ പരിഷ്കാരമായിരുന്നു. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സാലറി ചലഞ്ച് എന്ന് വെച്ചാൽ സാലറി പിടിച്ചെടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് UDF ഭരിക്കുന്ന കാലത്താണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ യൂണിയനുകളുടെ നിലപാടെന്തായിരിക്കും? കേരളം കത്തിക്കും. അതാണ്ടാവുക. അപ്പോൾ എല്ലാ ജനവിരുദ്ധമായ നടപടികളും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സാധ്യമാണ് എന്നൊരവസ്ഥ കേരളത്തിലുണ്ട്. 1. 2, അപ്രായോഗികമായ കാര്യങ്ങൾ, ഇപ്പം നിവൃത്തികേട് കൊണ്ട് ഒരു ഗവൺമെൻറ് കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളെ രാഷ്ട്രീയ കാരണങ്ങളാൽ എതിർക്കുന്ന ഒരു നിലപാടുണ്ട്. അത് നിർമ്മാണ പ്രവൃത്തി വികസനത്തിലൊക്കെ ഉണ്ട് കേട്ടോ. എക്സ്പ്രസ് ഹൈവേ ഓർമ്മയില്ലേ? എക്സ്പ്രസ് ഹൈവേ UDF ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇടതുപക്ഷം നടത്തിയത്. MK മുനീറിന്റെ കുറെ കുറ്റം പറഞ്ഞ് MK മുനീറിന്റെ കാലത്താണ് അത് വന്നത്. അദ്ദേഹം തകർത്ത് കളഞ്ഞില്ലേ റോഡ് ക്രോസ് ചെയ്യാൻ. ഇപ്പൊ കഷ്ടപ്പെട്ട് ഈ അതിഗംഭീരമായിട്ട് ഈ കൊണ്ടുവരുന്ന പരിഷ്കാരത്തിന്റെ പേരെന്താ? ഇതിന് ആര് പേരിട്ടാൽ എന്താ കാര്യം? അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 10-20 കൊല്ലം മുമ്പ് വരേണ്ടിയിരുന്നല്ലേ ഈ സംവിധാനം? ഈ പുരോഗതിക്ക് തടസ്സം നിന്നിട്ട് ഇപ്പോൾ അതേ സാധനത്തെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വഴിയിലൂടെ വന്നോട്ടെ, നമ്മുടെ കൈകൊണ്ട് വന്നോട്ടെ, മറ്റവൻ്റെ കൈകൊണ്ട് വരാം. ഇതെന്ത് ജനാധിപത്യമാണ്? അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ
ഒരു ഭരണ നിർവഹണത്തിൽ എല്ലാ മുന്നണികളും സ്വീകരിക്കേണ്ട, പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും സ്വീകരിക്കേണ്ട ഒരു സമീപനം വളരെ പ്രധാനമാണ്. അത് ഇതിലൊക്കെ ബാധകമാണ്. നിവൃത്തികേട് കൊണ്ട് ഒരു ഘട്ടത്തിൽ ഒരു ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനെ പ്രതിപക്ഷം പിന്തുണക്കേണ്ടതുണ്ട്. അതിനെ അനാവശ്യ സമരം കൊണ്ട് നേരിടും. എന്നിട്ട് അതേ സിറ്റുവേഷൻ ഈ പ്രതിപക്ഷത്തിരുന്നവർ അധികാരത്തിൽ വരുമ്പോൾ സംഭവിക്കും. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഭരണകക്ഷി കൊണ്ടുവരുന്ന അടിസ്ഥാനപരമായ പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങളെ അന്ധമായിട്ട് എതിർക്കും, വികസന പ്രവർത്തനങ്ങളെ തടയും. ഇത് അതേ പരിഷ്കാരം പ്രതിപക്ഷം ഭരണകക്ഷിയാകുമ്പോൾ നടപ്പാക്കുകയും ചെയ്യും. ഈ അപകടമാണ് ഒഴിവാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു കൂട്ടായിട്ട് ഇപ്പോൾ വടകരയിലൊരു പ്രസംഗം നടത്തിയതിന് സർവകക്ഷി യോഗം ചേരുകയാണ്. അടിയന്തരമായി സർവകക്ഷി യോഗം ചേരേണ്ടത് കേരളത്തിലെ ഈ സാമ്പത്തിക പ്രതിസന്ധി, പെൻഷൻ തുടങ്ങിയ സംഗതികൾ, അതിലൊക്കെ ഒരു നയവും നിലപാടും സ്വീകരിച്ചുകൊണ്ട് ദീർഘകാലത്തേക്ക്, എനിക്ക് തോന്നുന്നു വളരെ വിദഗ്ധന്മാരായ ആളുകളെ ഇതിനു വേണ്ടി കടമെടുക്കാൻ കമ്മിറ്റി ഉണ്ടാക്കുകയല്ല വേണ്ടത്, കമ്പനി ഉണ്ടാക്കുകയല്ല വേണ്ടത്. ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ഭാവി സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ എവിടെയൊക്കെയാണ്, എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയൊക്കെയാണ് മൗലികമായ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത്, ആരെയൊക്കെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിലവിലുള്ളവരുടെ ശമ്പളം വെട്ടിക്കുറക്കുമ്പോൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവനും സമ്മതിക്കില്ല. കാരണം അവൻ്റെ ജീവിത നിലവാരം ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പെൻഷൻ്റെ കാര്യത്തിലെങ്കിലും ഒരു നിലപാടെടുത്തിട്ട്, ഇപ്പോൾ വേറൊന്നും വേണ്ട, കേരളത്തിലെ പെൻഷൻ മനുഷ്യൻ്റെ ആവശ്യത്തെ അധിഷ്ഠിതമായി ഏകീകരിച്ചാൽ മതി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മെയ് അവസാനിക്കുന്നതോടുകൂടി ഏതാണ്ട് 20,000-ഓളം ജീവനക്കാർ പെൻഷനാകുന്നു. ഒരാൾക്ക് ഒരു 40 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ എത്ര കോടിയാണ് വേണ്ടി വരുന്നത്? അത്രയും കോടി കൊടുത്താൽ വളരെ ചെറുതാണ്. ഞാൻ 40 നമ്മുടെ ഒരു ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നവന് പോലും ഇപ്പോൾ 1 കോടിയുടെ അടുത്ത്. അതെ, 40 ലക്ഷം മുതൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഇത്രയും പൈസ എടുത്ത് കൊടുത്താൽ ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ജൂണിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാരിൻ്റെ ഇപ്പോൾ അത് പണമില്ലാതെ. അപ്പോൾ എങ്ങനെയാണ് സർക്കാർ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക എന്നുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രി അടുത്ത ദിവസങ്ങളിൽ തിരിച്ചെത്തും. അപ്പോൾ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിക്കുമായിരിക്കാം. അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യാം. കാരണം അടിയന്തരമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ വലിയ ശമ്പളവും വലിയ പെൻഷനും അതിനെ അധിഷ്ഠിതമായി രൂപപ്പെടുത്തിയ ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? ബോധവൽക്കരണത്തിലൂടെ ഓരോ മലയാളിയെയും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത്, നാടിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള മൗലികമായ പരിഷ്കാരങ്ങളിലേക്ക്, വെട്ടിച്ചുരുക്കലുകളിലേക്ക്, മുറുക്കി ഉടുക്കലുകളിലേക്ക് ഒക്കെ മലയാളിയെ സജ്ജമാക്കാനുള്ള ആലോചനകളാണ് എല്ലാ കക്ഷികളും ചേർന്ന് കേരളത്തിൽ നടത്തേണ്ടി വരിക. മറ്റൊന്നും തൽക്കാലം ഉൽപ്പാദനക്ഷമമായ ഏതെങ്കിലും സെക്ടറിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇനിയുള്ള കാലം ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ മണ്ടത്തരം. തീർച്ചയായിട്ടും ഈ വിഷയം നമുക്ക് ഇനിയും തുടരാം. ഇത്തരം ചർച്ചകൾ വേണ്ടിവരും. കാരണം ഇത് അവസാനിക്കാൻ പോകുന്നൊരു കാര്യമേ അല്ല, നിത്യ തലവേദനയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാം. ഓക്കെ.